ഹായ് ഗൈസ്, റിൻസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ABBയുടെ ഒരു VFD ഡ്രൈവ് ഉണ്ട് നമ്മുടെ കയ്യിൽ. കംപ്ലൈൻ്റ് ആയിട്ട് വന്നൊരു ഡ്രൈവാണ്, കാർഡ് പോയി വന്നൊരു ഡ്രൈവാണ്. അപ്പം ഇതിൻ്റെ സർവീസിംഗ് അല്ല, എന്താണ് VFD ഡ്രൈവ്, ഇത് ഏതൊക്കെ മേഖലയിലാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം ബിഗിനേഴ്സിന് അറിയാത്തവർക്കായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. VFD നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോറുകളുടെ സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ഹൈ സ്റ്റാർട്ട് കറണ്ട് കുറയ്ക്കുന്നതിനും എനർജി സേവിങ്ങിനും വേണ്ടിയിട്ടാണ് ഇൻഡക്ഷൻ മോട്ടോറുകളിൽ മെയിനായിട്ട് VFD സ്റ്റാർട്ടറുകൾ ഉപയോഗിച്ച് വരുന്നത്. ഇത് ഉപയോഗിക്കുന്ന മേഖലകളാണ് ഫ്ലെയർ ബ്ലോവേഴ്സ്, കൂളിംഗ് ടവർ, ലേത്ത് വർക്ക്ഷോപ്പ്, ക്രൂഡ് പമ്പിംഗ് യൂണിറ്റ്, കംപ്രസേഴ്സ്, പമ്പിംഗ് സ്റ്റേഷൻസ്, മോഡേൺ ലിഫ്റ്റ് സിസ്റ്റം, ബോയിലർ എക്സെട്ര. HVAC സിസ്റ്റത്തിൽ കണ്ടൻസർ, പ്രൈമറി സെക്കൻഡറി പമ്പുകൾ, കൂളിംഗ് ടവറുകൾ, ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉപയോഗങ്ങൾ വരുന്നത്. മറ്റുള്ള മോട്ടറുകൾ നമുക്ക് സ്പീഡ് കുറച്ചും കൂട്ടി ഉപയോഗിക്കേണ്ട ഏരിയകളിലും VFD സ്റ്റാർട്ടുകൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരാറുണ്ട്. ഇതിൻ്റെ മെയിൻ സെക്ഷനുകളാണ് കൺവേർട്ടർ, അതിനുശേഷം DC ബസ്, ഇൻവേർട്ടർ, കൺട്രോളർ, മോട്ടോർ ഔട്ട്പുട്ട്. ഇതാണ് ഒരു VFD സ്റ്റാർട്ടറിൻ്റെ സർക്യൂട്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സെക്ഷനുകളും കൺവേർട്ടർ, DC ബസ്, ഇൻവേർട്ടർ, DC കൺട്രോളർ, മോട്ടോർ ഔട്ട്പുട്ട് എന്നിവയാണ്. അടുത്ത ഭാഗമാണ് VFD സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. AC DC ആക്കിയതിന് ശേഷം അതിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് VFDയിൽ ഇൻഡക്ഷൻ മോട്ടറുകളുടെ സ്പീഡ് കൺട്രോൾ ചെയ്തു വരുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറയപ്പെടുന്നത്. VFDയുടെ ആദ്യ സെക്ഷനാണ് കൺവേർട്ടർ. 440 വോൾട്ട് ACയെ 440 വോൾട്ട് DC ആയിട്ട് മാറ്റുകയാണ് VFDയിലെ ഫസ്റ്റ് സെക്ഷൻ ചെയ്യുന്നത്. ഇതിനെയാണ് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗിക്കുന്നത് SCR, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. SCR, ഇതിൽ നിന്നാണ് റെക്ടിഫിക്കേഷൻ നടക്കുന്നത്. 440 വോൾട്ട് ACയെ 440 വോൾട്ട് DC ആക്കി മാറ്റുകയാണ് VFD ഡ്രൈവിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ നടക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും, ഇതിന് ശേഷം വരുന്നത് ഒരു DC ബസ്സാണ്. പോസിറ്റീവ് DC ബസ്സും ഉണ്ട്, ഇതിൽ നെഗറ്റീവ് DC ബസ്സും ഉണ്ട്. ഇതിലൊരു ഇൻഡക്ഷൻ കോയിൽ കാണാം. ഈ ഇൻഡക്ഷൻ കോയിലിലൂടെ 440 വോൾട്ട് പ്ലസ് സിഗ്നൽ കടന്ന് ഫിൽറ്ററിലൂടെ കയറി അത് പ്യുവർ DC ആക്കി മാറ്റി അടുത്ത സെക്ഷനായ ഇൻവെർട്ടർ സെക്ഷനിലേക്കാണ് ഇതിനെ പാസ് ചെയ്യുന്നത്. ഈ പ്യുവർ DCയെ പാസ് ചെയ്യുന്നത് അടുത്ത സെക്ഷനായ ഇൻവെർട്ടർ സെക്ഷനിലൂടെയാണ് ഇന്ന് നമുക്ക് കാണാം. ഇൻവെർട്ടർ സെക്ഷൻ IGBT ആണ് ഉപയോഗിക്കുന്നത്. IGBTയിൽ ഗേറ്റ് സെക്ഷനിൽ ഫയറിംഗ് സിഗ്നൽ നൽകിയിട്ടാണ് വീണ്ടും ഈ 440 വോൾട്ട് പ്യുവർ DCയെ 440 വോൾട്ട് AC ആക്കി മോട്ടോറിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ VFD എന്താണെന്നുള്ളത്, എന്താണ് എൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഞാൻ ഒരു ഡയഗ്രാം വെച്ചിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ ഈ ABB VFDയുടെ എല്ലാ VFDയിലും ഇതിൽ കൊടുക്കേണ്ട ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എക്സ്റ്റേണലായിട്ട് 4 to 20 mA അല്ലെങ്കിൽ 0 to 10 വോൾട്ട് കൊടുത്തിട്ടാണ് BMSO അതോ PLC വഴിയാണ് നമ്മൾ അതിലേക്ക് എക്സ്റ്റേണലായിട്ട് ഈ VFDയെ നമ്മൾ HMIയിൽ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ആ വോൾട്ടേജ് കൊടുക്കുന്നത് ഏത് ഏരിയയിലും കൂടെ ഞാൻ കാണിച്ചു തരാം.
ഇതിൽ നിങ്ങൾക്ക് കാണാം ഓരോ പോർട്ടുകൾ. അപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഈ VFD പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്യാം. പുറത്ത് സ്റ്റാർട്ട് സ്റ്റോപ്പ് കമാൻഡ് നൽകാം, ട്രിപ്പ് സ്റ്റാറ്റസ് എടുക്കാം, റൺ സ്റ്റാറ്റസ്, എല്ലാ സ്റ്റാറ്റസ് വേണമെങ്കിലും ഈ VFD നമുക്ക് എടുക്കാനുള്ള പോർട്ടുകളാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ പാരാമീറ്റർ സെറ്റപ്പുകൾ, അതായത് VFD ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അത് കംപ്ലീറ്റ് നമ്മളിതിൽ ടൈപ്പ് ചെയ്യണം. നേരെ കൊണ്ടുപോയി VFDയിൽ കണക്ട് ചെയ്തിട്ട് ഓണാക്കി ഓണാവില്ല. മോട്ടറിൻ്റെ എല്ലാ പാരാമീറ്റർ സെറ്റപ്പും ഈ VFDയിൽ പ്രോഗ്രാമിൽ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ ഈ VFD റൺ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തിനാണ് VFD ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. HVAC സിസ്റ്റത്തിലൊക്കെ കൂളിംഗ് പ്ലാന്റുകളിൽ പിന്നെ അതിൻ്റെ കണ്ടൻസർ പമ്പുകളിലൊക്കെ VFD ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ VFDൻ്റെ ബോർഡുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് ഓരോ പാർട്ടും അഴിച്ച് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് VFDയുടെ ബേസിക്. എനർജി സേവിങ്ങിന് വേണ്ടിയിട്ട് ഹൈ സ്റ്റാർട്ട് കറണ്ട്, മോട്ടറിൽ എടുക്കുന്ന ഹൈ സ്റ്റാർട്ട് കറണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് VFD ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ഒരു സ്റ്റാർട്ടർ തന്നെ സോഫ്റ്റ് സ്റ്റാർട്ടറാണ്. മൊത്തത്തിൽ നമുക്കുള്ള സ്റ്റാർട്ടറുകൾ മാർക്കറ്റിൽ ഡ്യുവൽ സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓയിൽ സ്റ്റാർട്ടർ, അതിന് ശേഷമാണ് VFD സ്റ്റാർട്ടർ, പിന്നെ വരുന്ന സോഫ്റ്റ് സ്റ്റാർട്ടർ. ഇത്രയും സ്റ്റാർട്ടറുകളാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറുകളിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടറാണ് പവർ ഇലക്ട്രോണിക്സിൽ വരുന്ന ഒന്നാണ് VFD സ്റ്റാർട്ടറും സോഫ്റ്റ് സ്റ്റാർട്ടറും. സോഫ്റ്റ് സ്റ്റാർട്ടർ അടുത്തൊരു സ്റ്റാർട്ടർ നമുക്ക് മെയിൻ്റനൻസിന് സർവീസിന് കിട്ടുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൻ്റെ മെയിൻ ഭാഗങ്ങളാണ് എക്സ്റ്റേണൽ കൺട്രോളറാണ് ഇതെല്ലാം. അത് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസിൽ ഇതിൻ്റെ ഓരോ മോഡലുകളുടെയും ഡീറ്റെയിൽസ് ഓരോ യൂട്യൂബർമാർ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ തുടക്കത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്തത്. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.